ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള തിരുവചന ധ്യാനം, പഴയ നിയമം, ക്ലാസ് 4, 2033 എന്ന മഹാജൂബിലി വർഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം. അതിൽ പഴയ നിയമം നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥം തൊട്ട് പഠിക്കുകയാണ്. അതിൻ്റെ ക്ലാസ് 4. നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി ഗ്രന്ഥത്തിനുള്ള ഒരു ആമുഖം എന്ന് പറയാം. അതിൻ്റെ 4ാം സെഷനാണ് ഇന്നത്തോടുകൂടി നമുക്ക് ആമുഖ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് തിരുവചനങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ ഉൽപ്പത്തി ഗ്രന്ഥം അത് പഴയ നിയമത്തിൽ ആദ്യത്തെ ഗ്രന്ഥം, ബൈബിളിലെ ആദ്യത്തെ ഗ്രന്ഥം, യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥമാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ ആദ്യത്തെ ഗ്രന്ഥം. അപ്പോൾ ഈ യഹൂദരുടെ ഗ്രന്ഥം ക്രിസ്ത്യാനികളുടെ കൂടി വിശുദ്ധ ഗ്രന്ഥമാണ്. യഹൂദൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ക്രൈസ്തവർ ഉൽപ്പത്തി ഗ്രന്ഥത്തെ കാണുന്നത്. ഇന്നും യഹൂദർ ഉൽപ്പത്തി ഗ്രന്ഥം അവരുടെ വേദപുസ്തകമാണ്. എന്നാൽ നമ്മൾ അതിനെ കാണുന്നതും ക്രിസ്ത്യാനികൾ അത് കാണുന്നതും യഹൂദർ അത് വായിക്കും തമ്മിൽ അന്തരമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രൈസ്തവ പരിപ്രേക്ഷ്യം, ഉൽപ്പത്തി ഗ്രന്ഥത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് വീക്ഷിക്കുക എന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ രക്ഷാരഹസ്യത്തെ, ക്രിസ്തുവിൽ സംഭവിച്ച രക്ഷാരഹസ്യത്തെ പ്രവചിക്കുകയും പ്രതീക രൂപത്തിൽ സംവഹിക്കുകയും ചെയ്യുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം. ഞാൻ ഒന്നുകൂടി പറയാം. ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാരഹസ്യത്തെ പ്രവചിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയും പിന്നെ പ്രതീക രൂപത്തിൽ അത് സംവഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തെ ക്രിസ്ത്യാനികൾ വീക്ഷിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റതെല്ലാം നമുക്ക് അതാത് ടെക്സ്റ്റ്, ആ പാഠം വരുമ്പോൾ അതിൻ്റെ ക്രൈസ്തവ വീക്ഷണകോണം എന്താണ് എന്ന് നമുക്ക് അപ്പോൾ സൂചിപ്പിക്കാം. ആദ്യ മനുഷ്യനായ ആദാം, മണ്ണിൽ നിന്നുള്ള മനുഷ്യനായ ആദാം, സ്വർഗത്തു നിന്നുള്ള മനുഷ്യനായ അവസാനത്തെ ആദാം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാണ്. 1 കൊറിന്തോസ് 15, 45 മുതൽ 48 വരെ 2 മനുഷ്യരെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 2 മനുഷ്യർ, ആ 2 പേരും മറ്റെല്ലാവർക്കും മാനദണ്ഡമാണ്. ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, താഴെ നിന്നുള്ളവൻ, മാംസത്തിൻ്റെ മനുഷ്യൻ. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തു നിന്നുള്ളവൻ, സ്വർഗീയൻ, ആത്മാവിൻ്റെ മനുഷ്യൻ. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ജനിക്കുമ്പോൾ ഈ ആദാമിൻ്റെ വംശാവലിൽ ജനിക്കുന്നു. ആ വംശാവലി മുറിച്ച് ഈ അവസാനത്തെ മനുഷ്യനായ, സ്വർഗത്തുള്ള മനുഷ്യനായ ആത്മാവിൻ്റെ മനുഷ്യനായിട്ട് കൂട്ടിക്കെട്ടുകയാണ് മാമോദീസ. അപ്പോൾ നമുക്കൊരു ദൈവിക വംശാവലി ലഭിക്കുന്നു. വിശ്വാസം എന്നതിന് വിളിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. അപ്പോൾ ഈ ആദ്യ മനുഷ്യനായ ആദാം, മണ്ണിൽ നിന്നുള്ള മനുഷ്യനായ ആദാം, താഴെ നിന്നുള്ള മനുഷ്യനായ ആദാം, മാംസത്തിൻ്റെ മനുഷ്യനായ ആദാം, സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ, ഉന്നതത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ, ആത്മാവിൻ്റെ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ്. ആദാമിൻ്റെ ധിക്കാരത്താൽ ലോകത്തിനുണ്ടായ കേട് തീർക്കാനായി മനുഷ്യവംശത്തിന് മേൽ രാജാവായി വരുന്നവനാണ് അവസാനത്തെ ആദാം. ആദ്യത്തെ ആദാം ഒരു രാജാവിനെ പോലെ ഈ ഭൂമി ഭരിക്കേണ്ടതായിരുന്നു, ദൈവത്തോട് ധിക്കാരം കാണിക്കാതിരുന്നെങ്കിൽ. എന്നാൽ ധിക്കാരം കാണിച്ചപ്പോൾ പ്രപഞ്ചത്തിനും മനുഷ്യർക്കും കേടുപാട് പറ്റി. ആ കേടുപാട് തീർക്കാനായി മനുഷ്യവംശത്തിന് മേൽ രാജാവായി വാഴുന്നവനാണ് ഈ സ്വർഗത്തു നിന്നുള്ള മനുഷ്യൻ വരുന്നത്. റോമാലേഖനം 5:12-21 ഒന്നാമത്തെ ഒരു ക്രൈസ്തവ വീക്ഷണകോൺ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മെ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ നാം അനുഭവിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പ്രതിരൂപമാണ് ഏദൻ തോട്ടം, അതിലൊഴുകുന്ന വെള്ളമുള്ള നദികൾ, ജീവൻ്റെ വൃക്ഷമൊക്കെ. നമ്മെ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ അനുഭവിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ല, പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രതീകം, ഒരു ഒരു സ്പെസിമെൻ പോലെ അത് അവതരിപ്പിക്കുകയാണ് ഏദൻ തോട്ടത്തിൽ ഒഴുകുന്ന ആ ഏദൻ തോട്ടം ഇല്ലേ. ഏദൻ തോട്ടം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ആനന്ദങ്ങളുടെ തോട്ടം എന്നാണ്. ആ ആനന്ദങ്ങളുടെ തോട്ടത്തിൽ വെള്ളമുള്ള നദികൾ, ഡയമണ്ട്സ്, ജീവൻ്റെ വൃക്ഷമൊക്കെ.
ഉൽപ്പത്തി പുസ്തകം 2:8-14 ഏദൻ തോട്ടത്തിൻ്റെ വർണ്ണന. നമ്മൾ പിന്നെ വെളിപാട് പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളിൽ ഈ ഏദൻ തോട്ടം വീണ്ടും കാണുന്നുണ്ട്. അതായത് ബൈബിളിൽ ആദ്യത്തെ ഗ്രന്ഥത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിലുള്ള ഏദൻ തോട്ടം ബൈബിളിൽ അവസാനത്തെ ഗ്രന്ഥം വെളിപാട് അതിൻ്റെ അവസാന അധ്യായം 22 ആ അധ്യായത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഏദൻ തോട്ടം. ഇത് വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ് ഈ ഈ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഗ്രന്ഥങ്ങൾ. പക്ഷേ എത്രയോ രസകരമായിട്ടാണ്, അല്ലെങ്കിൽ എത്രയോ ദൈവിക പരിപാലനയിലാണ് ആദ്യത്തെ അധ്യായങ്ങളിലും ഏദൻ തോട്ടം, അവസാനത്തെ അധ്യായത്തിലും ഏദൻ തോട്ടം. അതങ്ങനെ ക്രമപ്പെടുത്തുകയും ചെയ്തു. സഭയാണിത് ക്രമപ്പെടുത്തിയത്. ഈ ഗ്രന്ഥങ്ങളുടെ പട്ടിക സഭയിലാണ്, കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയാണ് ഇതെല്ലാം ക്രമപ്പെടുത്തിയത്. ഇപ്പോൾ സത്യവേദ പുസ്തകത്തിലും യഹോവ സാക്ഷികളും ബന്ധപുസ്തകാരൊക്കെ ഉപയോഗിക്കുന്ന ബൈബിളാണെങ്കിലും അതെല്ലാം അറേഞ്ച് ചെയ്തതും ക്രമപ്പെടുത്തിയതും ഈ തരത്തിലൊക്കെ ആക്കിയത് കത്തോലിക്ക സഭയാണ്. അവർ കത്തോലിക്ക സഭയിൽ നിന്ന് അതെല്ലാം കൊണ്ടുപോയിട്ട് കത്തോലിക്കർക്കെതിരെ അത് ഉപയോഗിക്കണമെന്ന് മാത്രം. എനിവേ, അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് ഏദൻ തോട്ടത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം. 3, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ജേതാവായി യേശു വാഴുമ്പോൾ സാത്താൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈ ആദ്യ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം ഈ സർപ്പപ്രതീകത്തിലുള്ള സാത്താനോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ, സ്ത്രീയുടെ സന്തതി, നിന്റെ തല തകർക്കും. നിനക്ക് അവൻ്റെ കുതികാൽ പരിക്കേൽപ്പിക്കാനേ പറ്റൂ എന്നാണ് ദൈവം സാത്താനോട് പറഞ്ഞത്. അപ്പോൾ ഈ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ രാജാവായി ജേതാവായി യേശു വാഴുമ്പോൾ സാത്താൻ്റെ തല തകർക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി 3:15 പറഞ്ഞ സംഭവം റോമ 16:20 പൗലോസ് പറയണത് പൂർത്തിയായി. റോമ 16:20. അപ്പോൾ ആ ബന്ധം, പുതിയ നിയമവും ഉൽപ്പത്തിയും പിന്നെ പുതിയ നിയമം തമ്മിലുള്ള ബന്ധം, ക്രൈസ്തവ വീക്ഷണകോണിലുള്ള ബന്ധം തിരുവചനങ്ങൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. 4-മത്തത് മഹാപ്രളയത്തിലെ ഉഗ്രജലം നോഹയുടെ കാലത്തെ, അത് ജ്ഞാനസ്നാനത്തിലെ രക്ഷിക്കുന്ന ജലത്തിൻ്റെ പ്രതിരൂപമായിട്ട് പത്രോസ്ലീഹ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം. 1 പത്രോസ് 3:20-21. അപ്പോൾ നോഹയുടെ കാലത്തെ ജലപ്രളയ കഥ, അത് പത്രോസിൻ്റെ വീക്ഷണത്തിൽ അത് മാമോദിസയുടെ ഒരു പൂർവ്വരൂപമായിരുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്ന പുരോഹിത രാജാവായ മെൽക്കിസേദെക്ക് അതേ സാദൃശ്യങ്ങളിൽ പുരോഹിത സമർപ്പണം നടത്തുന്ന യേശു രാജാവിൻ്റെ പ്രതിരൂപമാണ്. ഉൽപ്പത്തി 14:17-20 മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നു. അക്കാലത്ത് മൃഗബലികളാണ് മുഖ്യം. പക്ഷെ ആ സന്ദർഭത്തിൽ, അതായത് മൃഗബലികളുടെ കാലത്ത്, ഇത് ഒരാൾ മെൽക്കിസേദെക്ക് കൊണ്ടുവരുന്നത് അപ്പവും വീഞ്ഞുമാണ്. ഈ മെൽക്കിസേദെക്ക് ഒരു നിഗൂഢ വ്യക്തിത്വമാണ്. എനിക്കൊന്ന് 2 വീഡിയോസെങ്കിലും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും പറയേണ്ടി വരും. ഈ മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശു എന്ന മഹാപുരോഹിതൻ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചിട്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അപ്പോൾ മെൽക്കിസേദെക്ക് എന്ന ആ രാജാവിൻ്റെയും മഹാപുരോഹിതൻ്റെയും കാലടികൾ പിന്തുടർന്ന് യേശു ഇത് ചെയ്യുന്നു. യേശുവിൻ്റെ ഒരു പൂർവ്വരൂപമായിട്ട് അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിൽ അങ്ങനെയാണ് മെൽക്കിസേദെക്കിനെ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൂർവ്വരൂപമായിട്ട് കാണുന്നു. അതിന് മറ്റ് അർത്ഥങ്ങളുമുണ്ട്. ഒന്നുകിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കാണുക, അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാം. ഈ പ്രതിരൂപം ഉൽപ്പത്തി പുസ്തകം 14:17-20, മത്തായി 26-29, ഹെബ്രായ ലേഖനം 7:1-19. 6-മത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശ്വാസികളുടെ ആദ്യ രൂപമാണ് അബ്രഹാം. ദൈവത്തിൻ്റെ ശക്തിയിലും നന്മയിലുമുള്ള അബ്രഹാമിൻ്റെ വിശ്വാസമാണ് എല്ലാ ക്രിസ്ത്യാനികളെയും മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. ഉൽപ്പത്തി 15:1-6, റോമാലേഖനം 4:1-12, ഗലാത്യ ലേഖനം 3:6-9. അബ്രഹത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇപ്പം നമ്മളതിൻ്റെ ആമുഖം പറയുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു പൂർവ്വ രൂപമാണ് അബ്രഹാം. അതായത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ മരണത്തിൻ്റെ വായിൽ നിന്ന് വലിച്ച് എടുത്ത പോലെയാണ് ഇസഹാക്കിൻ്റെ ആ ബലി, അല്ലെങ്കിൽ ഇസഹാക്കിനെ ബന്ധിക്കുന്ന രംഗം. ഈ സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖ ഒരു 30 സെക്കൻഡ് ട്രാഫിക് ജാമിൽ പെട്ടത് ലേറ്റ് ആയിരുന്നെങ്കിൽ
ഇസഹാക്കിൻ്റെ കഥ കഴിഞ്ഞാനേ. അത്രയും നാടകീയമായിട്ടാണ്. പക്ഷെ ആ നാടകീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില സംഗതികളാണ്. ഒരു കൊച്ച് വയസ്സുകാലത്ത് കിട്ടിയൊരു കൊച്ചാന്ന് വിചാരിക്കുക. അതിനെ മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെയും മാനസിക ആദി വ്യഥ എത്രയായിരിക്കും? എന്തുമാത്രം വിശ്വാസം വേണം അവർക്ക് ദൈവത്തിൽ തുടർന്ന് വിശ്വസിക്കണമെങ്കിൽ. അപ്പോൾ അബ്രഹാം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്രിസ്ത്യാനികളുടെയും പൂർവ്വരൂപമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം ആത്യന്തികമായി നന്മയെ ചെയ്യൂ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യൂ എന്ന ഒരു നിലപാടെടുക്കാൻ അബ്രഹാമിന് കഴിഞ്ഞതുപോലെ കഴിയുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഏഴാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തീവ്രവേദന ഉണ്ടായിട്ടും മകൻ ഇസഹാക്കിനെ മരണത്തിൽ മാറ്റി നിർത്താതിരുന്ന അബ്രഹാമിന് മകന് തിരിച്ചു കിട്ടുന്നു. മരിക്കുകയും മരണത്തിൽ ഉയർക്കുകയും ചെയ്ത യേശുവിൻ്റെ പ്രതിരൂപമാണ് ഇസഹാക്ക്. മരിക്കുകയും മരിച്ചവരിൽ ഉയർക്കുകയും ചെയ്ത യേശുവിൻ്റെ പ്രതിരൂപമാണ് ഇസഹാക്ക്. ഇസഹാക്കിനെയാണ് പ്രിയപ്പെട്ട മകൻ എന്ന് പറയുന്നത്. യേശുവിനെ നോക്കിയാണ് പിതാവ് പറയുന്നത്, ഇവൻ എൻ്റെ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വമകനെ മാറ്റി നിർത്താതിരുന്ന ദൈവപിതാവിനെയാണ് അബ്രഹാം പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ, മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന മരിച്ച് ഉയർക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ പ്രതിരൂപമാണ് ഇസഹാക്ക്. അപ്പോൾ ദൈവപിതാവിനെയും പുത്രൻ തമ്പുരാനെയും അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കും പ്രതീകവൽക്കരിക്കുന്നു. ഉൽപ്പത്തി 22:1-14, റോമാലേഖനം 8:32, ഹെബ്രായ ലേഖനം 11:17-19. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ റെഫറൻസുകൾ അവിടെയുണ്ട്. എട്ടാമത്തെ ഒരു ഉദാഹരണം, യഹൂദയുടെ സന്തതി പരമ്പരയിൽ നിന്ന് രാഷ്ട്രാന്തരീയ ഭരണകർത്താവ് വരുമെന്ന പ്രത്യാശ യഹൂദ ഗോത്രത്തിലുള്ള സിംഹമായ യേശു ക്രിസ്തുവിൽ പൂവണിയുന്നു. യഹൂദയുടെ സന്തതി പരമ്പരയിൽ നിന്ന് രാഷ്ട്രാന്തരീയ ഭരണകർത്താവ് വരും, ദാവീദിൻ്റെ സന്തതി വരും എന്നുള്ള ആ പ്രത്യാശ, യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള സിംഹമാണ് യേശു ക്രിസ്തുവെന്നും ആ യേശു ക്രിസ്തു അത് നിവൃത്തിയാക്കിയിരിക്കുന്നുവെന്നും പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി 49:9-11, വെളിപാട് പുസ്തകം 5:5. ഇങ്ങനെ ക്രൈസ്തവ പരിപ്രേക്ഷ്യത്തിൽ നോക്കിയാൽ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ രക്ഷാരഹസ്യത്തിൻ്റെ ഒരു പ്രവചനം മാത്രമല്ല, ഒരു മുട്ട് പോലെ അല്ലെങ്കിൽ ഒരു പ്രതീകം പോലെ അത് സംഭവിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം സംഭവിക്കുന്നുണ്ട് ഈ രക്ഷാരഹസ്യം. ഇപ്പം നമ്മൾ പറഞ്ഞ എത്രയോ സംഗതികൾ, ഇവയെല്ലാം ചില ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ ഈ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ ക്രിസ്തു രഹസ്യത്തിൻ്റെ കണ്ണിലൂടെ, ക്രിസ്തു സംഭവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം രക്ഷാരഹസ്യത്തെ പ്രവചിക്കുകയാണ്, ഭാവി കഥനം ചെയ്യുകയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ, അത് ദൈവവചനമായതുകൊണ്ട് അതിനുള്ളിൽ ഒരു ചിമിഴ് എന്ന പോലെ ഈ യേശുവിൻ്റെ രക്ഷാരഹസ്യം അത് സംവഹിക്കുന്നുമുണ്ട്. അതിനാൽ ഉൽപ്പത്തി പുസ്തകം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ യേശുവിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഉൽപ്പത്തി ഗ്രന്ഥം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ യേശുവിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് യേശുവിനെ മനസ്സിലാക്കാനുള്ള ആ ശ്രമത്തിൽ, യേശുവിനെ കുറേ കൂടെ അടുത്തറിയാനുള്ള നമ്മുടെ ശ്രമത്തിൽ ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ സംഭവങ്ങളുടെ ആഴത്തിലേക്കും പ്രവേശിക്കാം. അത് നമുക്ക് വലിയൊരു തുറവി, ഈ വചനത്തിലേക്കുള്ള തുറവി, ദൈവശാസ്ത്ര തുറവി നമുക്ക് ലഭ്യമാക്കും. അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.